ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ ഗവൺമെന്റ് സർവീസിൽ അവസരങ്ങൾ കുറവാണ്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കുറച്ചധികം പോസ്റ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇത്തവണ ഈ ഒരു എക്സാമുകളുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് 18/3/2026, അതായത് മാർച്ച് 18 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ. അപ്പോൾ IT മേഖലയിൽ ഒട്ടനേകം അവസരങ്ങളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ IT നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രോഗ്രാമർ പോസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പാർട്ട് 1 ജനറൽ കാറ്റഗറി ഡയറക്ട് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മാനേജർ IT പാർട്ട് 1 ജനറൽ കാറ്റഗറി ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ IT പാർട്ട് 1. ഈ എക്സാംസുകളെല്ലാം ഒരു കോമൺ എക്സാം ആയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ പോസ്റ്റിലൊക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണെങ്കിൽ, അതായത് നിങ്ങൾ IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത ആളുകൾ നിർബന്ധമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലേ. നിങ്ങൾക്ക് ഈ എക്സാമിൽ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് 20/5/2026 ഇതിന്റെ ഒരു കോമൺ എക്സാം. അതായത് പോസ്റ്റുകൾ ഡിഫറെന്റ് ആണെങ്കിലും എക്സാം കോമൺ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. 20/5/2026 എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് മുന്നിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്തൊരു 4 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം എഫക്റ്റീവ് ആയിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ മുഴുവൻ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. സിലബസ് കവർ ചെയ്തിട്ട് ഓരോ ടോപ്പിക്കും അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പാറ്റേണിൽ PSCയുടെ ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു IT സർവീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ, ഇപ്പൊ ഇത് മത്സ്യഫെഡിലാണ് വന്നിരിക്കുന്നത്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ IT പ്രോഗ്രാമർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇനി വരാൻ കാത്തിരിക്കുകയാണ്. അതായത് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെന്റ് സർവീസിൽ ഒരു അവസരം, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു AI കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. സോ അതിൽ ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നാണ് ഈ പ്രോഗ്രാമർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു കോഴ്സ് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോഗ്രാമർ കോഴ്സിലേക്കുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എഫക്റ്റീവ് ആയിട്ട് അടുത്ത ഒരു 3 മന്ത്സിനുള്ളിൽ തന്നെ മുഴുവൻ സിലബസും കവർ ചെയ്ത് മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കോഴ്സിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കഴിഞ്ഞ കാലങ്ങളിൽ ടെക്നിക്കൽ പരീക്ഷയിൽ ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി ആപ്പിനോടൊപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു അവസരം ഒരിക്കലും മിസ് ചെയ്ത് നിങ്ങളുടെ IT കഴിഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. That's all for today. Thank you.